വീട്ടുജോലിക്കാരിൽ നിന്നും മന്ത്രിയായ കലിത മാച്ചിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നതോടുകൂടി തന്നെ ഇപ്പോൾ അവരുടെ പേര് വീണ്ടും ബംഗാൾ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയാണ്. പശ്ചിമ ബംഗാളിൽ കലിത മാച്ചിയുടെ ഉയർച്ചയാണ് ചർച്ചയാകുന്നത്. പശ്ചിമ ബംഗാളിലെ പുതിയ മന്ത്രിസഭാ വികസനത്തിനിടെ രാജ്യശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരേ ഒരു മുഖമായിരുന്നു 37-കാരിയായ കലിത മാച്ചി. ഒരു കാലത്ത് കുടുംബം പോറ്റാനായി തന്നെ വീടുകളിൽ ജോലി ചെയ്തിരുന്ന കലിത മാച്ചി ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കലിത മാച്ചിയുടെ ഈ രാഷ്ട്രീയ ഉയർച്ച ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുകയും സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് സംസ്ഥാന ഭരണത്തിന്റെ ഭാഗമാകുന്ന അവരുടെ യാത്ര ജനാധിപത്യത്തിന്റെ ശക്തമായ ഉദാഹരണമാണ് എന്നതാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത്. പൂർവ്വ ബർധ്യാൽ ജില്ലയിലെ ഔസ്ഗ്രാം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന BJP നേതാവാണ് കലിത മാച്ചി. അതേപോലെ തന്നെ വലിയ രീതിയിൽ ആ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള അവരാകട്ടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വിവിധ വീടുകളിൽ വീട്ടുജോലി ചെയ്ത് അവരുടെ ഉപജീവന മാർഗം കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ പ്ലംബറായി ജോലി ചെയ്യുന്ന ഭർത്താവിനും മകനും ഒപ്പമാണ് കലിത മാച്ചിയുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ പോലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ പ്രവർത്തിച്ച് അവർ പിന്നോട്ട് പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ജനപിന്തുണ നേടുകയും ചെയ്തു. അടുത്തിടെ തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരാകട്ടെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് വലിയ രീതിയിൽ മന്ത്രിസ്ഥാനം ലഭിക്കുകയാണ് ചെയ്തത്. ഈ മന്ത്രിസ്ഥാനം ലഭിച്ചതോടുകൂടി തന്നെ സാധാരണക്കാരുടെ പ്രതിനിധിയായി അവർ മാറിയിരിക്കുകയാണ്. അധികാരവും പദവിയും ഏതാനും കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവസരം ലഭിക്കണമെന്ന സന്ദേശമാണ് ഈ നിയമനം നൽകിയിരിക്കുന്നതെന്നതാണ് BJP നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും ഈ സംഭവത്തെ ശ്രദ്ധയോടുകൂടി തന്നെ കണക്കാക്കുകയാണ്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തികൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷതയാണ് എന്നതാണ് അവരുടെ വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിലും കലിത മാച്ചിയുടെ ജീവിതകഥ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. വീട്ടുജോലിക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്കുള്ള യാത്ര നിരവധി ആളുകൾക്ക് പ്രചോദനാത്മകമാണ് എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. മാത്രമല്ല ഒരു ദശാബ്ദത്തിലേറെയായി തന്നെ കലിത സജീവമായി തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔസ്ഗ്രാം SC സംവരണ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി തന്നെ മത്സരിച്ചത്. അന്ന് രണ്ടാമതെത്തി. ഇപ്പോൾ ഈ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ മണ്ഡലത്തിൽ അവർ വിജയിച്ചു കയറിയിരിക്കുന്നത്. മാത്രമല്ല BJPക്ക് തിരിച്ചുപിടിക്കാൻ സാധിച്ചൊരു മണ്ഡലം കൂടിയാണിത്. സാധാരണക്കാരുടെ ജീവിതവും കഷ്ടപ്പാടുകളും നേരിട്ട് കണ്ടറിഞ്ഞ ആളാണ് താനെന്നതായിരുന്നു കലിത മാച്ചി പറയുന്നത്. താൻ ജോലി ചെയ്തിരുന്ന വീട്ടുകളിലെ കുടുംബാംഗങ്ങളുടെ പിന്തുണയും അനുഗ്രഹവുമാണ് തന്റെ വിജയത്തിന് പിന്നിൽ എന്നതും അവർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മന്ത്രി എന്ന നിലയിൽ തനിക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളതെന്നും പശ്ചിമ ബംഗാളിലെ മുഴുവൻ ജനങ്ങളെയും പരിഗണിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. മെച്ചപ്പെട്ട റോഡുകൾ, കുടിവെള്ള സൗകര്യം, മികച്ച ആരോഗ്യ സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുക, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സ്ത്രീകളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക, ഇതൊക്കെയാണ് തന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നതാണ് അവർ പറയുന്നത്. ഞാൻ മാറില്ല, ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം, മരണം വരെയും ജനങ്ങളിൽ ഒരാളായി തന്നെ ഞാൻ തുടരും എന്നതായിരുന്നു അവിടെ മന്ത്രിയായതിനു ശേഷം കലിത മാച്ചി പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.